നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 20-ാം തീയതി 1200-ാം ആണ്ട് കുംഭമാസം 8-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ ഉദയ നക്ഷത്രം വന്നിരിക്കുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രം ശരിക്ക് വളരെ പ്രാധാന്യമുണ്ട്. വ്യാഴാഴ്ച വിശാഖ നക്ഷത്രം വരിക എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുണ്ട്. കാരണം എന്താണ്? വിശാഖ നക്ഷത്രം ജനിക്കുന്നത് തന്നെ വ്യാഴദശയിലാണ്. വ്യാഴനുമായിട്ട് ബന്ധപ്പെട്ട വ്യാഴമാണ് വിശാഖത്തിൻ്റെ വഴി. അപ്പോൾ വിശാഖ നക്ഷത്രം കൂടി വന്നതുകൊണ്ട് വ്യാഴത്തിൻ്റെ ഇന്നത്തെ ദിവസത്തിന് പവർ കൂടുതലാണ്. കാരണം വ്യാഴത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന നക്ഷത്രമാണ്. അപ്പോൾ ഇന്ന് പതിവിൽ കൂടുതൽ വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ നേട്ടങ്ങൾ വരുമെങ്കിലും അതിൽ കൂടുതൽ നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ്. അപ്പോൾ എന്ത് കാര്യത്തിനും പോവാം, എന്ത് കാര്യവും നമുക്ക് ഇറങ്ങാം, കാര്യങ്ങൾ വിജയിക്കും, വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റിയ ദിവസമാണ്. അപ്പോൾ പൊതുവെ പറഞ്ഞാൽ നല്ലൊരു ദിവസമാണ് ദൈവം നമുക്ക് തന്നിരിക്കണേ. ശരിക്കിന്ന് വിശാഖ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും എന്നറിയുക. നിങ്ങൾക്ക് ഭാഗ്യത്തെ തരും. അതായത് കുംഭ മാസത്തിലെ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാർഷിക ഫലം, നമ്മൾ ജന്മനാൾ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വർഷത്തെ ഫലത്തെ ആണ് പ്രദാനം ചെയ്ത് തന്നെ. വളരെ സാമ്പത്തിക നേട്ടം ഉണ്ടാവും. വളരെ പ്രതീക്ഷിക്കാത്ത വിജയങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. കുടുംബത്തിനകത്ത് സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. ശരിക്ക് വളരെ പുരോഗതിയും ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഇടവരുത്തും. ഊഹ കച്ചവടങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വളരെ നേട്ടഫലത്തെ പ്രദാനം ചെയ്തു തരും. അതേപോലെ തന്നെ വളരെ പുരോഗതിയെ പല മാർഗങ്ങളിലൂടെ നേടിത്തരുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എന്നറിയുക. പ്രധാനമായിട്ട് സാമ്പത്തിക പുരോഗതി, പ്രതീക്ഷിക്കാത്ത ധനനേട്ടം, ഇവയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. മുടങ്ങിക്കിടക്കുന്ന പൈസ വരെ എനിക്ക് കിട്ടൂല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പൈസ വരെ തിരിച്ചു വരും. നമുക്ക് ആരെങ്കിലും തരാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലോക്കായി കിടക്കുന്നതുമായിട്ടുള്ള ധനത്തിന് വേണ്ടി ശ്രമിച്ചാൽ അതുവരെ ലഭിക്കുന്ന കാലഘട്ടമാണ് നിങ്ങൾക്കെന്ന് അറിയുക. അതേപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നല്ല ദിവസമാണ്. രാവുകാല സമയം നോക്കിയിട്ട് വേണം യാത്ര തുടരാൻ. ഒരു യാത്രയ്ക്ക് തുടങ്ങുമ്പോൾ രാവുകാല സമയത്ത് യാത്ര തുടങ്ങരുത്, പ്രത്യേകിച്ച് ശുഭയാത്രകൾ. രാവുകാല സമയം 1:30 മണി മുതൽ 3 മണി വരെ നീട്ടിയിട്ടുണ്ടെങ്കിലും 2 മണി 6 മിനിറ്റ് തൊട്ട് 3 മണി 34 മിനിറ്റ് വരെയാണ് രാവുകാല സമയം. അതുപോലെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും നമുക്ക് ഒരു കാര്യത്തിനും കൊള്ളത്തില്ല. ഗുളികകാല സമയം വരുന്നത് 9 മണി 42 മിനിറ്റ് തൊട്ട് 11:10 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 6 മണി 46 മിനിറ്റ് തൊട്ട് 8:14 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്നും അഭിജിത്ത് മുഹൂർത്തം, എല്ലാ ദിവസവും അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നല്ല ദിവസങ്ങളിൽ അഭിജിത്ത് മുഹൂർത്തത്തിന് അതിമധുരം എന്ന് പറയാം. മധുരത്തിൻ്റെ കൂടെ മധുരം, അതാണ് അതിമധുരം. അപ്പോൾ ഇന്ന് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:14 തൊട്ട് 1 മണി 2 മിനിറ്റ് വരെയാണ്. അതുപോലെ ഇന്നത്തെ ദിവസവും ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. മഞ്ഞ വസ്ത്രമോ മഞ്ഞ മിക്സായിട്ടുള്ള വസ്ത്രങ്ങളോ നമ്മൾ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായ അവസ്ഥകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.